ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്നാൽ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കല്ലേ. കമൻ്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ സ്റ്റോറിയും ഡിലേ ആക്കും. എന്നിട്ട് ചോദിച്ചില്ല കണ്ടില്ല എന്നൊന്നും പറയരുത് കേട്ടോ. നിങ്ങൾ കമൻ്റ് ഇടാത്ത കാരണം ഞാൻ സ്റ്റോറി ഇട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ കമൻ്റ് ഇടുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ഇത് നമ്മുടെ 7ാമത്തെ പാർട്ടാണേ. ആർ യു മാഡ്? നീ എന്താ സ്വപ്നം കാണണോ? പാർവണ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോഴാണ് അവൾ സുബോധത്തിലേക്ക് വന്നത്. ഡീ! ശിവ വീണ്ടും അലറിയതും അവൾ പേടിച്ച് 2 അടി പിന്നിലേക്ക് വെച്ചു. അയ്യോ, ഞാൻ സോറി, ജോലി. പേടിച്ചുകൊണ്ട് അവൾ ഓരോന്ന് പറയുമ്പോഴാണ് അവളും പെട്ടെന്ന് ശിവയുടെ വേഷം ശ്രദ്ധിച്ചത്. അയ്യേ! അവൾ അലറിക്കൊണ്ട് കണ്ണുപൊത്തി തിരിഞ്ഞു നിന്നു. വൈ ആർ യു കമ്മിങ് ഹിയർ? അറ്റ്ലീസ്റ്റ് ഒരാളുടെ മുറിയിലേക്ക് വരുമ്പോൾ ഒന്ന് നോക്ക് ചെയ്തിട്ട് വന്നൂടെ? സോറി സർ, ഞാൻ ഓർത്തില്ല. അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു. ജസ്റ്റ് വെയിറ്റ്. അത് പറഞ്ഞ് ശിവ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. ആകാശത്ത് കൂടെ പോകുന്ന പണികളെല്ലാം നീ ഏണി വെച്ച് പിടിക്കുകയാണല്ലോ തുമ്പി. നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അയാളുടെ പിന്നിൽ നിൽക്കാൻ? എന്നാലും എന്തായി ഡാർലോ? ഓരോന്ന് പിറുവിറുത്തുകൊണ്ട് അവൾ ഓഫീസ് റൂം മൊത്തത്തിലൊന്ന് നോക്കി. റൂമിന് നടുക്കായി ഒരു ഓഫീസ് ടേബിൾ, അതിൻ്റെ വലത്തുവശത്തായി ടേബിളിനോട് ചേർന്നൊരു ഷെൽഫ്, അതിൽ നിറയെ ഓഫീസ് ഫയലാണ്. ഇടതുവശത്തെ ചുമരിലായി കുറേ പെയിൻറ്റിങ്ങുകളുണ്ട്. അതിലേറ്റവും അറ്റത്തുള്ള ഒരു ചിത്രത്തിലാണ് അവളുടെ കണ്ണുടക്കിയത്. അവൾ പതിയെ അതിനടുത്തേക്ക് നടന്നു. ഒരു നീല ആകാശം. ആ ആകാശത്തിൽ ഒരു കുഞ്ഞു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തെ ഭൂമിയിൽ ഒരു ചെറുപ്പക്കാരൻ നോക്കി നിൽക്കുന്നുണ്ട്. ചെറുപ്പക്കാരനെ നോക്കി കുറച്ചകലെ ഒരു പെൺകുട്ടിയും നിൽക്കുന്നുണ്ട്. ആ ചിത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും ആ ചിത്രം അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ആ ചിത്രത്തിൻ്റെ ഒരു സൈഡിലായി എഴുതിയിരിക്കുന്ന വാക്കുകൾ അവൾ കണ്ടു. അതിന് താഴെ ആയി സത്യ എന്ന് എഴുതിയിരിക്കുന്നു. അവൾ ആ വാക്കുകളിലൂടെ ഒന്ന് വിരലോടിച്ചു. അപ്പോഴേക്കും ഡോർ തുറന്ന് ശിവ അകത്തേക്ക് വന്നിരുന്നു. ഫോർമൽ ഡ്രസ്സിലായിരുന്നു അവൻ ധരിച്ചിരുന്നത്. ഇയാൾ വീട്ടിൽ എങ്ങനെയുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്? പാർവണ മനസ്സിൽ കരുതി. ഇരിക്കി. മുമ്പിലുള്ള ചെയറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ വേഗം അവിടെ ഇരുന്നു. പറയൂ, എന്തിനോടൊക്കെ വന്നിരുന്നേ? അവൻ അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. എനിക്ക് ഈ ജോലി തിരിച്ചു വേണം സാർ. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഞാനിനി ഒരിക്കലും സാറിനോട് ദേഷ്യപ്പെടില്ല, കഴിച്ചുകൊണ്ട് സംസാരിക്കില്ല, അവൾ താഴ്മയോടെ പറഞ്ഞു. കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണമെന്നാണല്ലോ. ഓ റിയലി, ഐ കാൺട്ട് ബിലീവ് ദിസ്. ഇന്നലെ എന്നെ വെല്ലുവിളിച്ചിറങ്ങിയപ്പോൾ ഝാൻസി റാണി ഇപ്പം എൻ്റെ മുന്നിലിരുന്ന് ജോലിക്ക് വേണ്ടി കെഞ്ചുന്നോ? എനിക്ക് ഈ ജോലി അത്രയ്ക്ക് അത്യാവശ്യമാണ്. ഞാൻ ചെയ്തതിനെല്ലാം സോറി പറയാൻ തയ്യാറാണ്. എന്നെ ജോലിക്ക് തിരിച്ചെടുക്കണം സാർ, പ്ലീസ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, ബട്ട് തന്നെപ്പോലെ അഹങ്കാരിയായ സ്റ്റാഫിനെ എനിക്ക് ആവശ്യമില്ല. അഹങ്കാരി നിൻ്റെ മറ്റവള്, ആവശ്യം എൻ്റേതായിപ്പോയി. അല്ലെങ്കിൽ നിൻ്റെ കാല് വരെ തറയിലടിച്ചാനാ ഞാൻ. പാർവണ ആത്മകഥിച്ചു. സോറി സാർ, ഞാൻ ഒരിക്കലും അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനിനി ബിഹേവ് ചെയ്യേയില്ല അങ്ങനെ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ശിവയുടെ അമ്മ ഓഫീസ് റൂമിലേക്ക് വന്നിരുന്നു. എന്താ കുട്ടി ഇത്? എന്തിനിങ്ങനെ കരയണേ? പാർവണയെ നോക്കി അമ്മ ചോദിച്ചു. ഞാൻ സോറി പറഞ്ഞിട്ടും സാർ എന്നെ ജോലിക്ക് എടുക്കുന്നില്ല മാഡം. എനിക്ക് ഈ ജോലി അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാല് പിടിക്കണേ. ഇന്നലെ വലിയ ഡയലോഗ് അടിക്കുമ്പോൾ ജോലി അത്യാവശ്യമാണ് ചിന്തയൊന്നും ഉണ്ടായില്ലേ നിനക്ക്? എൻ്റെ ശിവ, ആ കുട്ടി നിന്നോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നിന്നോട് സോറി പറഞ്ഞില്ലേ? പിന്നെന്താ നിനക്ക് ആ കുട്ടി ജോലിയെ തിരിച്ചെടുത്ത? അമ്മ പ്ലീസ്, ഓഫീസ് കാര്യങ്ങളിൽ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല.
അതൊന്നും എനിക്കറിയണ്ട ശിവ. അത് പറഞ്ഞ് അമ്മ പാർവണിക്ക് നേരെ തിരിഞ്ഞു. കുട്ടി നാളെ മുതൽ ഓഫീസിൽ വന്ന് തുടങ്ങിക്കോളൂ. ഇനി നാളെ ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ കുട്ടി എന്നോട് പറഞ്ഞാൽ മതി. അമ്മ അവളെ നോക്കി പറഞ്ഞതും പാർവണ കണ്ണുകൾ തുടച്ച് തലയാട്ടി. എന്നാ ഞാൻ പോയിക്കോട്ടെ മാഡം? പോയിക്കോളൂ. അമ്മ അത് പറഞ്ഞതും അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് കണ്ണീര് വേസ്റ്റായി, എന്നാലും ജോലി കിട്ടിയില്ല, അത് മതി. കണ്ണീർ അമർത്തി തുടച്ച് പാർവണ നേരെ താഴേക്ക് നടന്നു. എന്താ ഇതൊക്കെ അമ്മ? അമ്മ ഓഫീസ് കാര്യത്തിലൊന്നും ഇടപെടാത്തയല്ലേ, എന്നിട്ട് എന്താ ഇതൊക്കെ? ശിവ മനസ്സിലാവാതെ ചോദിച്ചു. നിനക്കറിയാലോ ശിവ, രാമേട്ടൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ. നീ അതൊക്കെ മറന്നാലും എനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏട്ടനൊരു കാര്യം ആവശ്യപ്പെട്ട അത് എതിർക്കാൻ എന്നെ കൊണ്ടാവില്ല. അത് പറഞ്ഞ അമ്മ നേരെ താഴേക്ക് നടന്നു. ശിവ ദേഷ്യം കൊണ്ട് ടേബിളിന് മുകളിലെ ഫെബറൽ വേസിൽ താഴേക്ക് എറിഞ്ഞ് പൊട്ടിച്ചു. ശേഷം ഫയലും ലാപ്ടോപ്പും എടുത്ത് നേരെ താഴേക്ക് നടന്നു. താഴെ പാർവണ പോയിട്ടുണ്ടായിരുന്നില്ല. അവൾ ദേവയുടെ അടുത്ത് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. തൻ്റെ കൂട്ടുകാരി എവിടെയോ? അയാളെ കാണാനില്ല, അല്ലെങ്കിൽ എപ്പോഴും കൂടി ഉണ്ടാവുമല്ലോ? ദേവ പാർവണോടായി ചോദിച്ചു. എൻ്റെ ജോലി പോയ കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. അതറിഞ്ഞ പിന്നെ അത് മതി അവൾക്ക് ടെൻഷൻ അടിക്കാൻ. അവൾ എന്നെ പോലൊന്നല്ല, പാവ. നിങ്ങൾ ഫ്രണ്ട്സാണോ? അതെ, ഞങ്ങൾ ഒരേ കോളേജിലായിരുന്നു ഡിഗ്രി ചെയ്തിരുന്നത്. ആ കുട്ടിയുടെ വീട് എവിടെയാ? വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അവളുടെയും വീട്. വീട്ടിൽ അച്ഛനും അമ്മയും ഒരു അനിയത്തിയുണ്ട്. ആ കുട്ടിക്ക് വേറെ വല്ല റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടോ? ദേവ അത് ചോദിച്ചും പാർവണ സംശയത്തോടെ അവനൊന്ന് നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ അത് ചോദിക്കണ്ടായിരുന്നു എന്ന് അവനും തോന്നി. അല്ല, എൻ്റെ ഓഫീസിലെ എംപ്ലോയി അല്ലേ, അതുകൊണ്ട് വെറുതെ ചോദിച്ചെന്നുള്ളൂ. അവൻ അബദ്ധം പറ്റിയ പോലെ പറഞ്ഞു. അവൾക്ക് അങ്ങനെയൊന്നുമില്ല സാറ്, ഞാൻ പറഞ്ഞില്ലേ അവളൊരു പേടിത്തൊണ്ടിയാണെന്ന്. അങ്ങനെ ഒരാളെ സ്നേഹിക്കാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല. ദേവിയും പാർവണയും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ശിവ താഴേക്ക് വന്നത്. ഇന്ന് സൺഡേ ആയിട്ട് നീ എങ്ങോട്ടാ ശിവ? ദേവ അവനോടായി ചോദിച്ചു. ഓഫീസിൽ കുറച്ച് വർക്കുണ്ട്. ഇന്നലെ നേരത്തെ വന്ന കാരണം അതൊക്കെ പെൻഡിങ് ആണ്. നീ എന്തായാലും പുറത്തേക്കല്ലേ, ഈ കുട്ടിയെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്തേക്ക്. ദേവരി താമസിക്കുന്ന എവിടെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയായിരുന്നു ദേവ അങ്ങനെ പറഞ്ഞത്. ഏയ് വേണ്ട സർ, ഞാൻ നടന്നു പൊക്കോളാം. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ, താങ്ക് യു.